ഞാനിപ്പോൾ നിൽക്കുന്നത് തായ്ലൻഡിൻ്റെ തലസ്ഥാനമായ ബാങ്കോക്കിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തായ്ലൻഡിലേക്ക് നമുക്കെങ്ങനെ ഈസിയായി വരാം എന്നുള്ളൊരു ഇൻഫർമേറ്റീവ് വീഡിയോയാണിത്. നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, എന്തൊക്കെയാണ് ആവശ്യങ്ങളുള്ളത് എന്നുള്ളൊരു ഇൻഫർമേറ്റീവ് വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും തായ്ലൻഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തായ്ലൻഡ് എന്ന് പറയുന്ന അടിപൊളി ഡെസ്റ്റിനേഷൻ. അപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്നത് റോയൽ സ്കൈ ഹോളിഡേയ്സിൻ്റെ കൂടെയാണ്. ഏകദേശം 275ഓളം പ്രാവശ്യം തായ്ലൻഡ് വിസിറ്റ് ചെയ്ത് അത്രയും എക്സ്പീരിയൻസ് ഉള്ള റോയൽ സ്കൈ ഹോളിഡേയ്സിലെ ഹാരിസിക്കയുടെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ എനിക്കതിന് വേണ്ടി അവിടുത്തെ ഹെൽപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് പാർവതിയായിരുന്നു കേട്ടോ. അവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ പുള്ളിക്കാരിയാണ് എനിക്ക് അവിടെയുള്ള എല്ലാ ഹെൽപ്പും എനിക്ക് ചെയ്തു തന്നത്. അപ്പോൾ തായ്ലൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എങ്ങനെ പോകാം എന്നുള്ള വഴിയെല്ലാം അവർ പറഞ്ഞു തരും. അതോടൊപ്പം ഞാൻ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ബാക്കിയുള്ള എന്തൊക്കെയാണ് വേണമെന്നുള്ള കാര്യവും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ഒന്നാമത്തേന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ളൊരു പാസ്പോർട്ട് തന്നെയാണ്. ഓക്കെ, 6 month വാലിഡിറ്റി ഉള്ള ഒരു പാസ്പോർട്ടാണ് നമുക്ക് തായ്ലൻഡിലോട്ട് വരാൻ വേണ്ടി മെയിനായിട്ട് ആവശ്യമുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് വിസയാണ്. അപ്പോൾ നമുക്ക് തായ്ലൻഡിലോട്ട് വരാൻ വേണ്ടി വിസയുടെ ആവശ്യം നമുക്ക് ഇല്ല. കാരണം ഇന്ത്യക്കാർക്ക് പാസ്പോർട്ടിൽ നേരെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുക, എന്ത് ചെയ്യുക, നേരെ തായ്ലൻഡിൽ വന്ന് ഇറങ്ങിയാൽ മാത്രം മതി. നമുക്ക് വിസ ആവശ്യം ഇല്ല. നേരത്തെ വരെ വിസ ഓൺ അറൈവൽ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഒരു ഡിജിറ്റൽ കാർഡ് എടുത്താൽ മതി. തായ്ലൻഡ് ഡിജിറ്റൽ കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മൾ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, എടുക്കുക. ഒരു 3 days മുമ്പൊക്കെ അത് നമുക്ക് സൈറ്റിൽ ഓപ്പൺ ആവും. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, അത് നേരെ നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, അത് തായ് പോലീസിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ, ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പോലുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ തായ്ലൻഡിലോട്ട് നേരെ വരാം. ഇത് നമുക്ക് എമിഗ്രേഷനിൽ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റായിട്ട് എല്ലാവരും എടുക്കുക. നമ്മൾ എത്ര ദിവസത്തേക്കാണോ തായ്ലൻഡിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ദിവസത്തേക്കുള്ളത് നമ്മൾ ആ ഡേറ്റ് മെൻഷൻ ചെയ്യാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഫ്ലൈറ്റ് ടിക്കറ്റാണ് കേട്ടോ. റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അത് എമിഗ്രേഷൻ കൗണ്ടറിൽ ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും ബാങ്കോക്കിൽ 2 എയർപോർട്ടുകളാണുള്ളത്. ഒന്ന് DMK എയർപോർട്ടും ഒന്ന് BKK സുവർണഭൂമി എയർപോർട്ടുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ വരുമ്പം മിക്കവാറും DMK എയർപോർട്ടിലാണ് ഫ്ലൈറ്റ് സാധാരണ ഇറങ്ങാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളത് ഏത് എയർപോർട്ടിലൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ ഫ്ലൈറ്റ് എടുക്കുമ്പോഴത്തേക്കുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് കൊച്ചി എന്നുള്ള ഫ്ലൈറ്റിൽ തായ് എയർ ഏഷ്യയാണ് സാധാരണ ബാങ്കോക്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിട്ടുള്ളത് കേട്ടോ. അതിൽ പിന്നെ ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതലും കണക്റ്റഡ് ഫ്ലൈറ്റുകളാണ് വരാറ്. ലയൺ എയറിൻ്റെ ഫ്ലൈറ്റ് ഉണ്ട്, പിന്നെ ഇൻഡിഗോ ഉണ്ട്. ഇങ്ങനെയുള്ള കണക്റ്റഡ് ഫ്ലൈറ്റുകളാണ് കൂടുതലും ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡയറക്റ്റ് നമുക്ക് ബാങ്കോക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കൊച്ചിയിലൊന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, തായ് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് ഉണ്ട്. ഞാനത് നോക്കിയിട്ട് വേറെ ഫ്ലൈറ്റുകളൊന്നും അങ്ങനെ ഞാൻ ഡയറക്റ്റ് കണ്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ബാംഗ്ലൂരിന് ഡയറക്റ്റ് തായ് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, എവിടെ നിന്നാണ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതുകൂടി നിങ്ങളൊന്ന് നോക്കുക. പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിക്കുക. ഫ്ലൈറ്റ് ടിക്കറ്റിന് തായ് എയർ ഏഷ്യക്കൊക്കെ 7 kg ലഗേജ് മാത്രമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കണം. ചിലപ്പം മിക്കവരും സാധാ ടിക്കറ്റ് എടുക്കും, എന്നിട്ട് അതിൽ ബാഗേജ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അത് വീണ്ടും എയർപോർട്ടിൽ വന്നതിന് ശേഷമൊക്കെ ആയിരിക്കും അറിയാം. നമ്മൾ എന്തെങ്കിലും പറയും, ഉള്ളതെല്ലാം നമ്മൾ ലഗേജുകളെല്ലാം വാരിക്കൊണ്ട് വന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും 10 കിലോ 15 കിലോ ഒക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പേയ്മെൻറ്റ് അടച്ച് എന്ത് ചെയ്യണം, ലഗേജ് കയറ്റി വിടാനേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ഷർട്ടൊക്കെ കുറച്ചൊക്കെ ആണെങ്കിൽ കുറേ തുണികളൊക്കെ വാരി നമുക്ക് ദേഹത്തൂടെയൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സ്ട്രാ ലഗേജ് എടുക്കാൻ പറ്റും. അതിന് കുറച്ച് 20 kgയുടേതായിട്ടാണ് എടുക്കാൻ പറ്റുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ ചില വന്നു കഴിഞ്ഞാലും ഒരു 10 kgയുടെ ഇതൊക്കെ വെയിറ്റ് എടുക്കാൻ പറ്റുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഫ്ലൈറ്റ് എടുക്കുമ്പോഴത്തേക്കും ലഗേജ് എത്ര ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. എരിക്കോയുടെ ഫ്ലൈറ്റിന് 20 kg വരുന്നുണ്ട്.
പിന്നെ വേറെ ഏതൊക്കെയോ 1-2 ഫ്ലൈറ്റുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് 20 kg വെച്ച് കിട്ടുന്നുണ്ട്. 20+7 കിട്ടുന്നുണ്ട്. തായ് എയർ ഏഷ്യയ്ക്ക് 7 kg മാത്രമേ ഉള്ളൂ. ലയൺ എയറിനും 7 kg ആയിട്ടേ ഉള്ളൂ. പിന്നെ സ്കൂട്ടിനാണെങ്കിൽ 10 kg മാത്രമേ കിട്ടുന്നുള്ളൂ കേട്ടോ. സ്കൂട്ടും കണക്റ്റഡ് ഫ്ലൈറ്റാണ്. അത് സിംഗപ്പൂർ പോയിട്ട് അങ്ങനെയാണ് കണക്ട് ചെയ്താണ് വരുന്നത്. അപ്പോൾ അത് ഓരോ ഫ്ലൈറ്റ് നമ്മൾ ഏത് ദിവസം എത്തണം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അത് ഫിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഏതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധാരണ നോക്കാറ് അവരുടെ മെയിൻ സൈറ്റിൽ തന്നെ എന്ത് ചെയ്യും, ഞാനൊന്ന് നോക്കിയിട്ട് അതിൽ എങ്ങനെയാണ് റേറ്റ് എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എടുത്ത് വെച്ചിട്ട് പിന്നെ എൻ്റെ ഓൺലൈൻ സൈറ്റുകൾ വഴിയാണ് ബുക്ക് ചെയ്യാറ്. നമുക്ക് അവരുടെ സൈറ്റ് വഴി വേണമെങ്കിലും ബുക്ക് ചെയ്യാം. അത് ഇച്ചിരി കൂടി സേഫ് ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്തത് ഗോ വഴിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് booking.com അതിലും ഉണ്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം, അഗോഡ വഴി ബുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തത് ഗോ വഴിയായിരുന്നു. എനിക്ക് അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ ടിക്കറ്റ് കിട്ടിയായിരുന്നു. നമ്മളിപ്പോൾ പെട്ടെന്ന് കയറി ബുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് റേറ്റ് വളരെ കുറവായിരിക്കും കേട്ടോ കിട്ടുന്നത്. അല്ല, കൂടുതലായിരിക്കും പെട്ടെന്ന് കയറി ബുക്ക് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 5 days ബിഫോർ എന്ത് ചെയ്യുകയാണെങ്കിൽ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് റേറ്റൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കും. സാധാരണ തായ്ലൻഡിൽ നിന്ന് ബാങ്കോക്കിൽ വരാൻ ഒരു 8,000 അല്ലെങ്കിൽ 10,000 സംതിങ്ങിനകത്ത് എന്ത് വരത്തുള്ളൂ. അപ്പോൾ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം മുമ്പ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല റേറ്റ് കുറച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അത് മെയിനായിട്ട് വേണ്ടതെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ ബുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ദിവസമാണോ നമ്മൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ദിവസത്തെ ഹോട്ടൽ ബുക്കിംഗ് നമ്മൾ എന്ത് ചെയ്യണം, എടുത്തിരിക്കണം. അപ്പോൾ ഒരു 3-4 ദിവസത്തെ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും അവരിവിടെ എയർപോർട്ടിൽ ചോദിക്കും. അപ്പോൾ നിങ്ങളത് വരുന്ന വഴിക്ക് എന്ത് ചെയ്യുക, ഹോട്ടൽ ബുക്കിംഗ് എടുക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ സൈറ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹോട്ടൽ ബുക്കിങ്സ് എടുക്കുവാൻ വേണ്ടി സാധിക്കും. അതായത് അഗോഡ വഴി എടുക്കാം, booking.com വഴി എടുക്കാം. അതിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, 3 സ്റ്റാർ ഉണ്ട്, 4 സ്റ്റാർ ഉണ്ട്. ഇങ്ങനെയുള്ള സ്റ്റാർ റേറ്റിങ്ങും നമ്മുടെ റിവ്യൂസും കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഹോട്ടൽ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. കാരണം ചില ഹോട്ടലിലൊക്കെ വെള്ളത്തിൻ്റെ ഇഷ്യൂസൊക്കെ ഇവിടെ ഉണ്ട്, പിന്നെ ക്ലീനിങ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നിങ്ങൾ റിവ്യൂസ് നോക്കിയിട്ട് വേണം ഹോട്ടൽ മെയിനായിട്ട് ചൂസ് ചെയ്യാൻ. അതോടൊപ്പം നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ മെയിനായിട്ട് നോക്കുക. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 സ്റ്റാറോ 4 സ്റ്റാറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റൂംസൊക്കെ ആയിരിക്കും. നമുക്ക് വേറെ ഇഷ്യൂസൊന്നും ഇല്ലാതെ നല്ല ഹോട്ടൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് സോളോ ആയിട്ടൊക്കെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് റൂമുകളൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹൈലി എക്സ്പെൻസീവ് ആയിരിക്കും. അതായത് ഒരാൾക്ക് തന്നെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും 2,000-2,500 രൂപയൊക്കെ റേഞ്ച് വരാൻ സാധ്യതയുണ്ട്. സോളോ ആയിട്ട് വരുന്നവർക്ക് മെയിനായിട്ട് നമുക്കിവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് മീൻസ് നമുക്ക് ഡോർമിറ്ററി ഫെസിലിറ്റീസ് ഇവിടെ ഒത്തിരി അവൈലബിൾ ആണ്. ഒരു 300 അല്ലെങ്കിൽ ഒരു 400 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സോളോ ട്രാവലേഴ്സിന് എന്ത് ചെയ്യാം, അവിടെ അക്കോമഡേഷൻ എടുക്കാൻ പറ്റും. എനിക്ക് റൂം ബുക്ക് ചെയ്ത് തന്നത് റോയൽ സ്കൈ ഹോളിഡേയ്സ് ആയിരുന്നു. നിങ്ങൾ റോയൽ സ്കൈ ഹോളിഡേയ്സിനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടിക്കറ്റ്സും ബാക്കിയുള്ള ബുക്കിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ നിങ്ങൾക്ക് ചെയ്തു തരും. ആയിട്ട് വേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻഷുറൻസ് ആണ് മെയിനായിട്ടൊരു ആവശ്യമുള്ള സംഭവം കേട്ടോ. ട്രാവൽ വിത്ത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു ഇൻഷുറൻസ് നമ്മൾ എടുത്തു വയ്ക്കുന്നത് നമുക്ക് ഏറ്റവും അനുയോജ്യമാണ്. അതായത് നമ്മൾ ഇൻ്റർനാഷണൽ ട്രാവൽ പോകുമ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ട് നമുക്ക് എന്താണ്, ഒരു ട്രാവൽ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ യാത്രയാണ്, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലിലും ബാക്കിയുള്ളതിനും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റും. അതർവൈസ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളതുപോലെ ക്യാഷ് കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ല ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ്ലെസ് ആണ്, കാർഡ് ആണുള്ളത്, ഇൻഷുറൻസ് ആണ്. അതൊരു $20,000 ഒരു കവറേജ് ഉള്ള ഒരു സംഭവം നമ്മൾ എടുത്താൽ മതി. ഞാനെടുത്തത് 1 lakh കവറേജ് ഉള്ള ഒരു ഇൻഷുറൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ $1 lakh കവറേജ് വരുന്ന ഇൻഷുറൻസ് ആണ്. അതിനകത്ത് ഇൻ കേസ് എന്താ പറയുക, നമ്മുടെ ഹോസ്പിറ്റൽ, ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്, നമ്മുടെ പാസ്പോർട്ട് ലോസായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ബാഗേജ് ലോസായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഫെസിലിറ്റീസ് അതിനകത്തുണ്ട്. അതിനൊക്കെ നമുക്ക് ഫണ്ടുണ്ടോ, ഹോസ്പിറ്റലിൽ നമുക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും പറ്റി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത് കവറേജ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റൊക്കെ എന്ന് പറയുന്നത് ഹൈലി എക്സ്പെൻസീവാണ്.
നമ്മുടെ നാട് പോലെയല്ല, ഹൈലി എക്സ്പെൻസീവാണ്. അപ്പോൾ ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ്. അതിന് ഒത്തിരി കമ്പനീസ് ഉണ്ട് കേട്ടോ. ICICI ഉണ്ട്, റിലയൻസ് ഉണ്ട്. 7 days തൊട്ടാണിത് ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ റിലയൻസിൻ്റെ ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസാണ് ഞാൻ എടുത്തത്. എനിക്ക് 10 daysന് ഒരു 800 rupees ആയിട്ടുള്ളൂ. 1 lakh കവറേജും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻ്റർനാഷണൽ ട്രാവൽ പോകുന്നവർ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ മറക്കരുത്. നമ്മൾ വെറുതെ ഇത്രയും കാശ് മുടക്കി നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു ഇൻഷുറൻസിൻ്റെ കവറേജ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എപ്പോഴായാലും നമുക്ക് ബെനിഫിറ്റാണ്. അപ്പോൾ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് 1 yearലത്തേക്കൊക്കെ ഉള്ള 6 monthലത്തേക്കുള്ള ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. ഇപ്പം അല്ലാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മൾ പോകുന്ന ടൈമിൽ നമ്മൾ ആ ഒരു ഇൻഷുറൻസ് എടുത്താൽ മതി. 7 days ആണെങ്കിൽ ഒരു 7 days മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കതിൽ ഒരു നഷ്ടവും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. പിന്നെ വേണ്ടതെന്ന് പറയുന്നത് 10,000 baht. അത് കോമൺ ആയിട്ട് അവർ പറയുന്ന ഒരു എമൗണ്ടാണ്. അപ്പോൾ ഈ 10,000 baht നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യുക, നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 2.75 ആണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത്. ഞാൻ ആ റേറ്റ് വെച്ചായിരുന്നു ഞാൻ എടുത്തായിരുന്നത്, നമ്മുടെ നെറ്റിൽ കാണിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് 10,000 baht നിങ്ങൾ എയർപോർട്ടിൽ ചിലപ്പോൾ ഷോ മണി കാണിക്കേണ്ടി വരും. അപ്പോൾ ചില സമയത്ത് ചോദിക്കും, ചില സമയത്ത് അവർ ചോദിക്കാറില്ല. പക്ഷേ നമുക്കിവിടെ എന്താ പറയുക, ചിലവഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പേയ്മെൻറ്റ് അത്യാവശ്യം ആണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഈ 10,000 baht കയ്യിൽ കരുതുക. നമുക്ക് ഇത് നമുക്ക് മണി എക്സ്ചേഞ്ച് വഴിയോ അല്ലെങ്കിൽ ഫോറക്സ് കാർഡ് വഴിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പേയ്മെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. എയർപോർട്ടിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും ഇച്ചിരി പേയ്മെൻറ്റ് ഇച്ചിരി കൂടുതലാണ് കേട്ടോ. അതായത് അതിൻ്റെ കൂടെ GST പ്ലസ് ടാക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഇച്ചിരി കൂടുതലാണ്. ഫോറക്സ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് റേറ്റ് കുറച്ച് കിട്ടും. ഞാനെടുത്തത് റോയൽ സ്കൈ ഹോളിഡേയ്സ് അവരുടെ നിന്നാണ് ഞാൻ എടുത്തായിരുന്നത്. എനിക്ക് 2.75 വെച്ചാണ് ഫോറക്സ് കാർഡ് വെച്ച് കിട്ടിയത്. എക്സ്ട്രാ വേറെ GST അങ്ങനത്തെ എമൗണ്ടുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അത് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തത്. എന്നാൽ ഞാനിത് എയർപോർട്ടിൽ ചോദിച്ചപ്പോഴത്തേക്കും 2.80 സംതിങ് ആയിരുന്നു. പ്ലസ് GST ആണ് അതിന് വന്ന എമൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ യൂണിമണിയിലുണ്ട്, പിന്നെ മുത്തൂറ്റുണ്ട്. ഐലൻഡിൽ വന്നിട്ടായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മണി ബാക്കിയുള്ളത് നമുക്ക് എക്സ്ചേഞ്ച് മാറ്റാൻ പറ്റും. പക്ഷേ നിങ്ങൾ വരുമ്പോൾ 10,000 baht കയ്യിൽ കീപ്പ് ചെയ്യാം. നമുക്ക് അവിടെ നിന്ന് സിം കാർഡ് എടുക്കാൻ പറ്റും. സിം കാർഡ് എന്ന് പറയുന്നത് അവിടെ 3-4 സിം കാർഡ് ഉണ്ട്. 3-4 നമ്മുടെ ഇവിടെ ഉള്ളതുപോലെ എയർടെൽ, BSNL അങ്ങനെയൊക്കെ ഉള്ളതുപോലെ തന്നെ അവിടെ 3-4 കമ്പനികളുടെ സിം കാർഡ് എയർപോർട്ടിനകത്ത് തന്നെ ഉണ്ടാകും. ഈ എയർപോർട്ടിനകത്തുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പാസ്പോർട്ട് ഡോക്യുമെൻറ്റ്സൊക്കെ കൂടി നമ്മുടെ പാസ്പോർട്ട് ഡോക്യുമെൻറ്റ്സൊക്കെ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിം കാർഡ് നമുക്ക് വാലിഡ് ആയിട്ടുള്ളത് എടുക്കാൻ പറ്റും. അതെ, 6 ദിവസം വരെ ഉള്ളതുണ്ട്, 8 ദിവസം വരെ ഉള്ളതുണ്ട്, 10 ദിവസം വരെ. നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അപ്പോൾ നമ്മൾ അൺലിമിറ്റഡ് സിം കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് എത്ര MB വരെയാണ് അൺലിമിറ്റഡ് എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം ചിലത് എന്താ പറയുക 1 GB ഒക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ സ്പീഡ് കുറയും. അപ്പോൾ അത് നിങ്ങളുടെ പർപ്പസ് എന്താണ്, നിങ്ങൾക്കിപ്പം ജസ്റ്റ് ട്രാവൽ മാത്രമേ ഉള്ളൂ, അതോ നെറ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കോളുണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പർപ്പസ് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, സിം കാർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏജൻറ്റ് തന്നെയാണ് നമുക്ക് സിം കാർഡ് എടുത്ത് തന്നത്. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് സിം കാർഡ് എടുക്കണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് പുറത്തുനിന്നായാലും നമുക്ക് എന്ത് ചെയ്താൽ മതി, സിം കാർഡ് നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ട്രാവൽ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് നമുക്ക് ബസ്സുണ്ട്. അത് ഗ്രാബ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാബ് എന്ത് ചെയ്യും, വന്ന് നമ്മളെ പിക്ക് ചെയ്യും. നമുക്ക് ഗ്രാബിൻ്റെ ആപ്പ് നമ്മൾ ഫോണിനകത്തൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് അത് എടുക്കാൻ വേണ്ടി. ഇല്ലയെന്നുണ്ടെങ്കിൽ ബോൾട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് യൂസ് ചെയ്യാം. ബോൾട്ട് കോമൺലി ഇച്ചിരി റേറ്റ് കുറവാണ്. ഗ്രാബിനേക്കാളും എന്താണ് ബോൾട്ടിന് റേറ്റ് ഇച്ചിരി നല്ല കുറവാണ്. അപ്പോൾ ഞാൻ കോമണായിട്ട് ഉപയോഗിക്കുന്നത് ബോൾട്ടാണ് ഇവിടെ വന്നിട്ട് ഉപയോഗിച്ചത്. എന്നാലും കമ്പാരിറ്റീവ്ലി രണ്ടും നമ്മൾ മാറി മാറി നോക്കും, ഏതാണ് ഇച്ചിരി റേറ്റ് കുറവ് വരുന്നതെന്നുള്ളത് ഞാൻ നോക്കിയിട്ടാണ് ഞാൻ ബുക്ക് ചെയ്യാറ് കേട്ടോ. പിന്നെ ട്രെയിനിന് വേണമെങ്കിൽ നമുക്ക് പോയിട്ട് നമുക്ക് പോവാം, അത് നമ്മുടെ ബഡ്ജറ്റ് പോലെ. ഇപ്പോൾ 2 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോൾട്ടോ ഗ്രാബോ എടുത്തു കഴിഞ്ഞാൽ ലാഭമായിരിക്കും. സിംഗിളൊക്കെ ആകുമ്പോഴത്തേക്കും ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കും. ബസ്സിനാണെങ്കിൽ പകുതി പൈസ പോലും മാത്രമേ ആവത്തുള്ളൂ. പിന്നെ ഗ്രാബിൽ അല്ലെങ്കിൽ ബോൾട്ടിൽ തന്നെ നമുക്ക് സിംഗിളായിട്ടാണെന്നുണ്ടെങ്കിൽ ബൈക്കുണ്ട് കേട്ടോ. ഞാനപ്പം കുറേ സ്ഥലത്തൊക്കെ പോകാൻ ബൈക്കാണ് യൂസ് ചെയ്തത്. നമുക്ക് പകുതി കാശ് മാത്രമേ ആവത്തുള്ളൂ. ഒരു എന്താ പറയുക 500 രൂപയൊക്കെ ആകുന്നിടത്ത് ഒരു 200-250 രൂപ റേഞ്ചൊക്കെ നമുക്ക് എന്താവത്തുള്ളൂ
ട്രാവലിങ്ങിന് വേണ്ടി ആവത്തുള്ളൂ. ക്യാബ് വന്നായിരുന്നു. ഹായ്, ഹൗ ആർ യു? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ടുക്ടുക്കുണ്ട്. ടുക്ടുക്കാണെങ്കിലും ഇച്ചിരി റേറ്റ് ഇച്ചിരി കൂടുതലാണ്. നമുക്ക് ലോക്കൽ ഏരിയയിലൊക്കെ പോകാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടുക്ടുക്ക് എന്ത് ചെയ്താൽ മതി, യൂസ് ചെയ്യാം. എന്തായാലും പക്ഷേ നമ്മളിവിടെ വരുമ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇച്ചിരി ബെറ്റർ ആയിരിക്കും കേട്ടോ, അടിപൊളിയാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും നമ്മുടെ തായ് ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. ഇവിടെ ഒത്തിരി നോർത്ത് ഇന്ത്യൻസ് ഹോട്ടൽസ് നമ്മുടെ ഇവിടെ ഉണ്ട്, മലയാളീസിൻ്റെതുണ്ട്. തായ് വിഭവങ്ങൾ, അതായത് സീ ഫുഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ വരുന്നവർ, തായ്ലൻഡിൽ വരുന്നവർ എന്തായാലും തായ് ഭക്ഷണങ്ങൾ തന്നെ കഴിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇവിടെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് വാട്സപ്പും പിന്നെ ഒരു ലൈൻ എന്ന് പറഞ്ഞൊരു ആപ്പുമാണ് കൂടുതൽ ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വാട്സപ്പ് കൂടുതൽ യൂസ് ചെയ്യാറുണ്ട് ആൾക്കാർ. ഇവിടെ ലൈൻ എന്ന് പറയുന്ന ആപ്പും കുറച്ചൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ കുറേ പേരോട്ട് പരിചയപ്പെട്ടപ്പോഴൊക്കെ അതൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. വലിയ ഒരു ഇതെന്ന് പറയുന്നത് ബ്ലോക്കാണ്. അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്കുള്ള ഒരു സ്ഥലമാണ്. വർക്കിംഗ് ഡേയ്സിൽ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ട്. പിന്നെ നിങ്ങൾ വരുമ്പോൾ റൂമൊക്കെ ബുക്ക് ചെയ്യുന്നവർ നമുക്ക് ഏതൊക്കെ സ്ഥലത്താണോ പോകാനുള്ളത് എന്നുള്ളത് കൂടി നോക്കി അതിന് സറൗണ്ടിങ് ആയിട്ടുള്ള റൂംസ് വേണം ബുക്ക് ചെയ്യാൻ. ഞാനത് പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഞാനത് അവസാനം പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ എത്ര ദിവസം സ്റ്റേ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ആ ഒരു റൂമും കൂടി നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ പട്ടായയിലാണെങ്കിലും പട്ടായ ബീച്ച് മുതൽ കോറൽ ഐലൻഡ് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. ബീച്ചും വാക്കിംഗ് സ്ട്രീറ്റും ഒന്നും മാത്രമൊന്നുമല്ല, അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. നമ്മുടെയൊക്കെ വിചാരം എന്താകും, നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റും പട്ടായ ബീച്ചും മാത്രമാണെന്നാണ്. ഒരിക്കലുമല്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങൾ പട്ടായയിലുണ്ട്. എന്താ പറയുക, ഒരു 5 ദിവസം നിന്നാൽ പോലും കണ്ടു തീരാൻ പറ്റാത്തതായിട്ടുള്ള അടിപൊളി സ്ഥലങ്ങൾ പട്ടായയിലുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ബാങ്കോക്കിലും അതുപോലെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അവിടെയും ഒരു 5 ദിവസവും നിന്നാലൊന്നും നമ്മൾ കണ്ടു തീരത്തില്ല. തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തോട്ട് നിങ്ങൾ വരാൻ ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തായ്ലൻഡ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി റോയൽ സ്കൈ ഹോളിഡേയ്സ് നിങ്ങൾക്ക് എപ്പോഴും കൂടെയുണ്ട്. അപ്പോൾ ഞാനിതിൽ റോയൽ സ്കൈ ഹോളിഡേയ്സിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാനിതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കാം. നിങ്ങൾക്ക് റോയൽ സ്കൈ ഹോളിഡേയ്സിനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തരും. എല്ലാ മാസവും റോയൽ സ്കൈ ഹോളിഡേയ്സിൻ്റെ 5 ദിവസത്തെ ട്രിപ്പ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ടാണ് റോയൽ സ്കൈ ഹോളിഡേയ്സിൻ്റെ കൂടെ വരണമെന്ന് വെച്ചാലും അവരെന്ത് ചെയ്യും, അത് പ്ലാൻ ചെയ്ത് തരും. അവർ പ്ലാൻ ചെയ്ത് എല്ലാം തരും. നിങ്ങൾ അതിൻ്റെ കൂടെ വന്നാൽ മാത്രം മതി. അത്രയും പക്ക പെർഫെക്റ്റ് ആണ്. കാരണം ഞാൻ വന്നത് കൊണ്ടാണ് പറയുന്നത്. ഒരു ബുദ്ധിമുട്ടും നമുക്ക് വന്നിട്ടില്ല. വെറൈറ്റി തരത്തിലുള്ള ഭക്ഷണങ്ങളും അടിപൊളി റൂമുകളും ഇതൊക്കെയാണ് അവർ നമുക്ക് എടുത്തു തന്നത്. അപ്പോൾ എല്ലാ മാസത്തെ ട്രിപ്പിലും ഹാരിസിക്ക കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ട്രിപ്പുകൾ നിങ്ങൾ നോക്കി വരിക. നിങ്ങൾക്ക് പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും, പുതിയ സ്ഥലങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഹാരിസിക്കാനെ നമ്മളെ കൊണ്ടുപോയി പല സ്ഥലങ്ങളിലും നമുക്ക് കാണിച്ചു തരികയൊക്കെ ചെയ്യും. എന്താ പറയുക, ഡിഫറൻറ്റ് തരത്തിലുള്ള നമുക്ക് ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് തായ്ലൻഡ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റോയൽ സ്കൈ ഹോളിഡേയ്സിനെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് തായ്ലൻഡിലെ പുതിയ വിശേഷവുമായി നമുക്ക് അടുത്ത് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ബൈ, സൈനിങ് ഓഫ്.